അങ്ങനെ നമുക്കേവർക്കും പ്രിയങ്കരനായ ദേവേട്ടൻ ദേവൻജി വീണ്ടും വന്നിരിക്കുകയാണ്. ദേവൻജി ഇന്ന് വാർത്തകൾ നിറഞ്ഞിരിക്കുന്നത് BJP എല്ലാം വിട്ട് BJPയോട് ഗുഡ് ബൈ, ടാറ്റ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് അത് ദേവൻജി ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് TVK, യെസ്, തമി വെട്രിക് കൈകം അല്ലേ, അല്ലെങ്കിൽ വിജയ് പാർട്ടി, വിജയുടെ സ്വന്തം പാർട്ടി ആയിട്ടുള്ള നമുക്കേവർക്കും പ്രിയങ്കരനായ വിജയുടെ TVKയിലേക്ക് ദേവൻജി അങ്ങനെ എത്തിപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ദേവൻജിക്ക് ചില്ലറ കഴിവൊന്നുമല്ല ഉള്ളത്. ഞാൻ പറഞ്ഞിരുന്നു, വളരെയധികം കഴിവുകളുള്ള അല്ലെങ്കിൽ വളരെയധികം എന്താ പറയുക പൊട്ടൻഷ്യലുള്ള, ഒരുപാട് നല്ല പ്രവൃത്തി ചെയ്യണമെന്ന ആഗ്രഹമുള്ള ഒരാളാണ് മിസ്റ്റർ ദേവൻജി. പക്ഷേ ദേവൻജി എത്തിപ്പെട്ട സ്ഥലം കുറച്ച് റോങ് ആയിപ്പോയി. അതായത് ദേവൻ്റെ കഴിവുകൾ പുറത്തെടുക്കാനോ അല്ലെങ്കിൽ ദേവന് ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഉള്ള ഒരു 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 ഇത് കൊടുത്തില്ല. അവർ BJP ദേവനെ മൈൻഡാക്കിയില്ല, അല്ലെങ്കിൽ വേണ്ടുന്നൊരു പോസ്റ്റ് കൊടുത്തില്ല. പറഞ്ഞ പോലെ ദേവൻ ഇന്നലെ പറഞ്ഞ പോലെ, എന്താണ് എൻ്റെ ജോലി, എൻ്റെ റോൾ എന്താണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ദേവൻ ആരോട് ചോദിച്ചിട്ടും ആരും പറഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. പ്രസിഡന്റിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ പ്രസിഡന്റ് റിപ്ലൈ കൊടുത്തില്ല. അങ്ങനെ ആർക്കും അവിടെ ഒരു വിലയില്ല എന്ന് തോന്നിയപ്പോൾ ദേവേട്ടൻ അതിൽ നിന്ന് രാജിവെച്ചു. രാജിയൊക്കെ കളറാക്കി പബ്ലിക്കായിട്ടുള്ളൊരു പ്രോഗ്രാമിൽ രാജിയൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് BJPയിലുള്ളവർ തന്നെ BJPയെ ഇഷ്ടപ്പെടുന്നില്ലെന്നും BJPയെ പേടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് BJPയുടെ മേലെ കുറച്ച് ചളിയൊക്കെ വാരി എറിയാൻ ശ്രമിച്ചുകൊണ്ടാണ് ദേവേട്ടൻ അപ്പോൾ TVKയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി TVK എന്താണ് നടക്കാൻ പോകുന്നത്, കേരളത്തിൽ വളരുമോ അതോ തളരുമോ എന്നുള്ളത് നമ്മൾ നോക്കിക്കാണണം. എന്തായാലും നമുക്ക് ഫസ്റ്റ് 2-3 ക്ലിപ്പ് ദേവനെ ഇതിലേറ്റവും വലിയ കോമഡി, ദേവനെ ഇതിലേക്ക് കൊണ്ടുപോയ ഒരു മീഡിയേറ്ററൊക്കെ ഉണ്ട്. പുള്ളിക്കാരി എല്ലാവർക്കും അറിയാം. അൻസിബയുടെ വിഷയം വന്നപ്പോൾ നമ്മുടെ ടിനി ടോമിനെ ഫസ്റ്റ് ഒന്ന് കുറച്ച് വൈറ്റ് വാഷിൽ മുക്കിയിട്ട് പെയിന്റ് അടിക്കാൻ നോക്കിയ ഒരാളുണ്ട്. നമ്മുടെ ബെസ്റ്റ് ആക്ടറിലാന്ന് തോന്നുന്നു, ബെസ്റ്റ് ആക്ടറിൽ മമ്മൂട്ടി അവർ പടത്തിൽ ഒരു തട്ടുകട വെച്ചിട്ട് സിനിമ എന്ന് പറഞ്ഞാൽ അടിപിടി വടി എന്ന് പറഞ്ഞിട്ടൊരു ഇൻട്രഡക്ഷൻ നടക്കുന്ന സ്ഥലമുണ്ട്. അതിലൊരു തട്ടുകട നടത്തുന്ന ചേച്ചിയായിട്ടുള്ള എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ. ഞാൻ അതിലേക്ക് വരാം. അതിന് മുന്നേ വാർത്ത ഒന്ന് കാണാം. രാജിവെച്ച നടൻ ദേവൻ TVKയിലേക്ക്. ദേവനും TVK നേതാക്കളും തമ്മിലുള്ള ആദ്യഘട്ട ചർച്ച പൂർത്തിയായി. TVK സംസ്ഥാന അധ്യക്ഷ സ്ഥാനമാണ് ദേവന് പാർട്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബർ 10 ചെന്നൈയിൽ വിജയുമായി ദേവൻ കൂടിക്കാഴ്ച നടത്തും. താൻ ചെയ്യാൻ ആഗ്രഹിച്ചതാണ് തമിഴ്നാട്ടിൽ വിജയ് ചെയ്യുന്നത് എന്നും നിരവധി യുവാക്കൾ തന്നെ ഫോണിൽ വിളിച്ച് പിന്തുണ അറിയിച്ചുവെന്നും ദേവൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. സാറ് TVK ചേരാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന വാർത്തയുണ്ടല്ലോ സാറേ, അത് സത്യമാണോ സാറേ? സത്യമാണത്. 2 ദിവസം മുമ്പ് അങ്ങനെ അവർ വന്ന് സംസാരിച്ചു. വിജയുടെ ഒരു ഇടപെടലുണ്ടോ സാറേ? എന്താണ് അതിലുള്ള? ഉണ്ട് എന്നാണ് അവരെ എന്നെ ബോധിപ്പിച്ചത്. പക്ഷെ ഈ ഒരു സംഭാഷണത്തിന് ശേഷം ഞാൻ അവരുടെ സീരിയലാണ് ചെറിയൊരു തകരാറ്, സംരക്ഷണത്തിൽ ചെറിയൊരു തകരാറുണ്ട്. ഒരു മിനിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ കേരള സ്റ്റേറ്റിന്റെ ചീഫായിട്ടുള്ള അതാണ് അവർ പറഞ്ഞത്. സാറേ, ഇത് വിജയുമായി എന്തെങ്കിലും കൂടിക്കാഴ്ച ഉണ്ടോ സാറേ ഇതില്? ഇപ്പൊ ഉണ്ടായിട്ടില്ല. അത് സെപ്റ്റംബർ 10 വെച്ചിട്ടുണ്ട്. വിജയ് വന്ന് മത്സരിച്ച് ജയിച്ചു. അദ്ദേഹത്തിൽ വന്നപ്പോ ഞാൻ കാണുന്നത് എന്റെ മനസ്സിൽ ഇവിടെ കേരളത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന സംഗതികൾ മുഴുവനും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു അട്രാക്ഷൻ എനിക്കുണ്ടല്ലോ. എനിക്ക് ഒരുപാട് കോൾസ് വന്നോണ്ടൊക്കെ ഇന്നലെ മെഞ്ഞാന്നും ഇന്നൊക്കെ ആയിട്ട് ഒരുപാട് കോൾസ്, എല്ലാ യുവാക്കളുടെ കോളുകളാണ്. അവർ പറയുന്നത് വെച്ചാൽ അതിവിടെ വേണം ചേട്ടാ എന്നാണ് അവർ പറയുന്നത്. ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും. വളരെ കറക്റ്റാണ് ദേവൻജി പറഞ്ഞത്, വളരെ കറക്റ്റായിട്ടൊരു കാര്യമാണ്. ഒരുപാട് യുവാക്കളും ഒരുപാട് ആൾക്കാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് TVK അല്ലെങ്കിൽ വിജയുടെ പാർട്ടി കേരളത്തിൽ വേണമെന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് പോലെ ഒരുപാട് കോളുകളും ഒരുപാട് ഇതൊന്നും വന്നിട്ടുണ്ടാവില്ല. കാരണം ഇദ്ദേഹമാണോ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് എന്നുള്ളത് ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് TVK വേണം, നിർബന്ധമാണ്, TVK വരണം. അപ്പോൾ TVKക്കുള്ളൊരു സ്പേസ് കേരള പൊളിറ്റിക്സിൽ എന്ത് തന്നെയായാലും ഉണ്ട്. പക്ഷെ അതിലിപ്പോൾ ദേവൻജിയാണോ അതിനെ ഹെഡ് ചെയ്യേണ്ടതെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായിട്ട് വരുന്നുണ്ട്. അതായിരിക്കും യുവാക്കൾ ചോദിച്ചത്.
ദേവൻജി തന്നെയാണോ ഇതിൻ്റെ ഹെഡാകാൻ പോകുന്നത്, വിജയ് ഇത് അംഗീകരിക്കുമോ എന്നുള്ള നമ്മളെ സീക്രട്ട് ഏജൻറ്റ് അധികം പറയാറുണ്ട്. ഏത് ടോപ്പിക്, ഏത് വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോൾ സീക്രട്ട് ഏജൻറ്റ് പറയും ഒരുപാട് മെസ്സേജ്, ഒരുപാട് ഫോൺ കോളുകളുമായിട്ട് എൻ്റെ ആരാധകർ പറയുന്നു ചേട്ടാ ഇതിനെപ്പറ്റി സംസാരിക്കും എന്ന് പറഞ്ഞ പോലെയാണ് ദേവൻജി ഇപ്പം പറഞ്ഞത്. ഒരുപാട് യുവാക്കൾ വിളിച്ചുകൊണ്ട് ഞാൻ ടി വി കെ കേരളത്തിൽ ഉള്ള ഒരു ജംപ് സ്റ്റാർട്ട് ഞാൻ കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ദേവൻജി ഇപ്പം പറഞ്ഞത്. അപ്പോൾ ദേവൻ ഇങ്ങനെ സ്ഥിരീകരിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്, ഇതിൽ ഞാനാണ് ഇതിൻ്റെ മെയിൻ ആൾ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ അതിൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്രത്തോളം സക്സസ്ഫുൾ ആകുമോ ഇല്ലേ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ദേവനെ ഇതിലേക്ക് നയിച്ചത്, ദേവന് ഇതിനേക്കുള്ള വഴികാട്ടിയായിരുന്നത്, അല്ലെങ്കിൽ പിന്നെ വിജയുടെ TVKയും പിന്നെ ദേവൻ്റെ ഒരു പാർട്ടിയൊക്കെ ആദ്യം ഉണ്ടാക്കിയിരുന്നു. അതിപ്പോൾ നിലവിലുണ്ടോയെന്ന് അറിയില്ല. അദ്ദേഹം BJPയിലേക്ക് പോയപ്പോൾ അങ്ങനെ ലയിച്ചതാണോ അല്ലെങ്കിൽ അദ്ദേഹം BJP ചേർന്നതാണോ എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു പേഴ്സണാലിറ്റി അദ്ദേഹം വിജയിൻ്റെ പാർട്ടിക്ക് വേണ്ടി ഇപ്പോൾ മാറ്റി വെച്ചിരിക്കുമ്പോൾ അതിലേക്ക് മെയിൻ റോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ ചേച്ചിയാണ്. സതീഷ് തോന്നിക്കൽ വന്ന് ഞാനാണ് ആദ്യം കോൺടാക്ട് ചെയ്തത്. അപ്പോൾ ഞാൻ നേരെ ദേവൻ ചേട്ടൻ രാജിവെച്ചപ്പോഴാണ് ചെറിയൊരു ഇതുണ്ടെന്ന് ദേവൻ ചേട്ടൻ്റെ ഒരു ന്യൂസ് കണ്ടപ്പോഴാണ് ഞങ്ങൾ പെട്ടെന്ന് ദേവൻ ചേട്ടൻ്റെ വീട്ടിലെത്തുന്നതും കണ്ട് സംസാരിച്ചു. എങ്ങനെയാണ് അതിലേക്ക് വരാൻ താല്പര്യം, നമ്മൾ നേരിട്ട് ചോദിക്കണമല്ലോ. നേരിട്ട് സതീഷ് സാധിക്കലും ഞാനും കൂടെയാണ് പോയിരുന്നത്. പിന്നെ കൂടെ ഒരു JK എന്നൊരു ചേട്ടനുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ പോയി കണ്ടു, സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് താല്പര്യമുണ്ട്, കാരണം നമ്മുടെ മദ്രാസിൽ നടക്കുന്ന കാര്യങ്ങൾ പറയുകയല്ല ചെയ്യുന്നത്, വിത്തിൻ സെക്കൻഡ് പ്രവൃത്തിയാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രവൃത്തി ഒരു രാഷ്ട്രീയത്തിൽ നമ്മളാരും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ദേവൻചേട്ടനും പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ ഇതുവരെ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു കാഴ്ച കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അതിനകത്തോട്ട് ഒരു ചെല്ലാം, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും കേരളത്തിലും, അങ്ങനെ ഒരു നിലപാടാണ് ദേവൻചേട്ടൻ നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഒഫീഷ്യലായിട്ട് ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് CMനെ കാണുക എന്നുള്ളതാണ്. വിജയെ കണ്ടതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് വിജയ് സാറിനെ കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഡിക്ലെയർ ചെയ്യുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഇനി കാണാനുള്ളൊരു തയ്യാറെടുപ്പാണ്. എന്തായാലും കുറച്ച് യമുനയുണ്ട്, ഞാൻ അങ്ങനെ കുറച്ച് പേര് ഇങ്ങനെ ഏറ്റവും കൂടുതൽ കലാകാരന്മാരെയാണ് നമ്മുടെ CM കൂടുതലും, എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സിനിമയുള്ളതുകൊണ്ടായിരിക്കാം മേ ബി ഞാൻ ഫസ്റ്റിൽ എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ പറഞ്ഞത് മുഴുവൻ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനും എന്താ പറയുക, ഒരുപാട് പാർട്ടി ഞാൻ ഇതുവരെ ഒരു പാർട്ടി ഞാൻ ആരോടും ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല ഒരു ചാനലിലും. പക്ഷേ TVK എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ പ്രവർത്തനം കണ്ടുകൊണ്ട് മാത്രം മുന്നോട്ട് വരികയാണ് ഞാൻ. ഒരു കാര്യത്തിലും ഇതുവരെ പ്രസിഡന്റ് ആയിട്ടുമില്ല, ഒരു കാര്യം ഒരു തീരുമാനമായിട്ടില്ല. ജസ്റ്റ് പോയി സംസാരിച്ചു, TVയിലേക്ക് വരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. ചെറിയൊരു തെറ്റുപറ്റി ചേച്ചി സംസാരിച്ചപ്പോൾ TVയിലേക്ക് വരാൻ താല്പര്യമുണ്ട്. TV അല്ല, TV വേറത്, ടെലിവിഷൻ. ഇത് TVK, തമി വെട്രി കൈക്കം, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അറിയാതെ പോയിട്ട് എവിടെയും പോയിട്ട് തൃഷ വിജയ് പിന്നെ കൈകം എന്നൊന്നും പറഞ്ഞു വിടരുത്. ചേച്ചി പറയുന്നതിൻ്റെ ഒരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം നന്മയുള്ള, വളരെയധികം പുരോഗതിയിലേക്ക്, സമൂഹത്തെ ദിനംപ്രതി പുരോഗതിയിലേക്ക് ആനയിക്കുന്ന വിജയിയുടെ പാർട്ടി ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത് കലാകാരന്മാരെയാണെന്നാണ്. കാരണം വിജയ് ഒരു സിനിമാ നടനാണ്. അപ്പോൾ തന്നെ വിജയുടെ പല പടങ്ങളിലും അഭിനയിച്ചിട്ടുള്ള ദേവൻജി, വില്ലനായിട്ട് അഭിനയിച്ചിട്ടുള്ള ദേവൻജിക്കും ഈ പാർട്ടിയിൽ ശോഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ മലയാളത്തിൽ ഒരുപാട് പടങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ചേച്ചിയും കൂടി ഇതിൽ ഉൾപ്പെട്ടുകൊണ്ട് ഈ പാർട്ടിയെ വളർത്താൻ വേണ്ടി, ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചേച്ചി കുറച്ചു കാലമായിട്ട് റോളുകളുടെ അഭാവം കൊണ്ട് മറ്റു കാരണങ്ങൾ കൊണ്ടും എവിടെയും ഒന്ന് സെറ്റിലാകാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ടിനി ടോമിൻ്റെ വിഷയം വന്നപ്പോൾ കണ്ടില്ലേ, ഒരു കാര്യമില്ലാതെ വന്നിട്ട് പറഞ്ഞു ടിനി ടോം വളരെ നല്ല മനുഷ്യനാണ്, ടിനി ടോം ഞങ്ങളുടെയൊക്കെ വളരെ സഹകരണമാണ്, പരിപാടി നടക്കുമ്പോഴും എല്ലാത്തിനുമൊക്കെ ഞങ്ങളുമായി വളരെ വളരെ നല്ല രീതിയിലാണ് ടിനിയുടെ പെരുമാറ്റങ്ങൾ. അപ്പോൾ ടിനിയുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല, ടിനി വളരെ നല്ലൊരു പയ്യനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ ടിനിയെ വൈറ്റ് വാഷ് എടുക്കുന്ന ഒരു പ്രോഗ്രാമിൽ ഈ ചേച്ചി വളരെ ഉത്സാഹത്തോടെ പങ്കെടുത്തിരുന്നു. അതെന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ആ നിലപാട് കുറച്ച് കഴിഞ്ഞപ്പോൾ മാറ്റിയിരുന്നു. ഇപ്പം ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലപാടുകളാണ്. ഒരു നിലപാടെടുത്താൽ മിനിമം കുറച്ച് കാലമെങ്കിലും ആ നിലപാടിൽ ഉണ്ടാകണം. നിലപാടിൽ മാറ്റം വരുത്താം. ഇപ്പോൾ വലിയ വലിയ പാർട്ടികളൊക്കെ തെറ്റ് വന്ന തെറ്റ് തിരുത്തും. ജനങ്ങൾ അങ്ങനെയെല്ലാം ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കിയാൽ ആ തെറ്റ് തിരുത്തിയിട്ട് അത് ജനറൽ ബോഡിയിലൊക്കെ പാസ്സാക്കിയിട്ട് തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാറുണ്ട്. അതൊക്കെ
അത് ഒരു കൂട്ടമായി എടുക്കുന്ന തീരുമാനങ്ങൾക്കാണ്. വ്യക്തിപരമായിട്ട് ഏറ്റവും കൂടുതൽ നിലപാടുകൾക്ക് കാർക്കശ്യവും തൻ്റെ പ്രവർത്തനത്തിലുള്ള സുതാര്യതയും ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രീയത്തിൽ പറ്റൂ. വിജയ് അതിലൊക്കെ ഓക്കെയാണ്. വിജയ് അങ്ങനെ ഒരു പൈസക്ക് വേണ്ടിയിട്ടല്ല പൊളിറ്റിക്സ് ഉള്ളത്. ഇവിടെയുള്ള ദേവൻജി ആയാലും ഇവരൊക്കെ പൊളിറ്റിക്സിലേക്ക് പോകുന്നത് ജനനന്മയ്ക്കാണെങ്കിൽ ഓക്കെ, ശരി, ജനങ്ങൾ അംഗീകരിക്കും. അല്ലാതെ ഇപ്പറഞ്ഞ പോലെയുള്ള ഇപ്പോൾ നമ്മൾ നോർമലി പൊളിറ്റിക്സിൽ കാണുന്ന പോലെയുള്ള ഗിമിക്ക് പരിപാടിക്കല്ലാണെങ്കിൽ കേരളത്തിൽ നടക്കൂല. കാരണം എന്ന് വെച്ചാൽ തമിഴ്നാട് ഓക്കെ, തമിഴ്നാട് ജനത വേറൊരു സ്റ്റൈലിലാണ്. തമിഴ്നാട് ജനത എന്ന് പറഞ്ഞാൽ അഭിനയിക്കുന്ന നടിമാർക്ക്, എക്സാമ്പിൾ പോലെ ഖുഷ്ബു, അതുപോലെ നടനായ രജനീകാന്തിനൊക്കെ അമ്പലം പണിയുക, അവരെയൊക്കെ പിന്നെ ആരാധിച്ച് ഒരു നടനോ നടിയോ എന്നുള്ള ആരാധന അങ്ങ് എത്തി ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് ഇവരെയൊക്കെ ദൈവങ്ങളായി കാണുന്ന രീതിയിലുള്ള ഒരു ആരാധന പോകുന്നൊരു സമൂഹമാണ് തമിഴ്നാട്ടിലുള്ള ഏറെക്കുറെ ജനങ്ങളും. 100% പറയണ്ട, വളരെ വിദ്യാഭ്യാസമുള്ള ഇവരെയൊക്കെ തള്ളിപ്പറയുന്ന ആൾക്കാരും അവിടെയുമുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ 100 നോക്കുകയാണെങ്കിൽ ഒരു 80 ആൾ ഇവരെ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ വിജയ് കയറി വന്നിട്ടുള്ളത്. വിജയ് ഒരു യുണീക്ക് ആയിട്ടുള്ള പേഴ്സണാണ്. വിജയ് തൻ്റെ സിനിമകളിൽ പോലും സമൂഹത്തിന് ഗുണമുണ്ടാകണം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് നന്മയുണ്ടാകണം, എല്ലാവർക്കും നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് വിജയ്. അപ്പോൾ വിജയുടെ ആ ഒരു സ്റ്റൈലിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഓക്കെ. ഇപ്പോൾ ദേവന് പറയാം, ദേവൻജി അല്ലെ നമ്മുടെ ദേവേട്ടൻ പിന്നെ ഇപ്പോൾ BJP-യിലേക്ക് പോയി, ആർക്കെങ്കിലും ഒരു ഉപകാരമോ അല്ലെങ്കിൽ ഒരു പൊതു കാര്യത്തിന് അദ്ദേഹം ഇടപെട്ടതായോ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അത് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയാം, സൂചിപ്പിക്കുക, കമൻറ്റ് സൂചിപ്പിക്കുക. അപ്പം ഈ ദേവേട്ടനെ കണ്ടിട്ടുള്ളത് ആകെ കൈക്കൂലി കൊടുക്കാനാണ്. വോട്ടിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ കുറേ കിറ്റ് റെഡിയാക്കിയിട്ട് ജനങ്ങൾക്ക് കിറ്റ് കൊടുത്തിട്ട് കിറ്റ്കാ വോട്ട്, ഒരു കിറ്റ് കൊടുക്കുന്ന ഫാമിലി നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ കൈക്കൂലി കൊടുത്തുകൊണ്ട് ജനങ്ങളെ വഷളാക്കുന്ന ഒരു പരിപാടിയിലാണ് ദേവേട്ടൻ എല്ലാവരും കണ്ടിട്ടുള്ളത്. അപ്പം ദേവൻ ഇപ്പം പറയുന്നത് എനിക്ക് നല്ല കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. BJP എന്ന് പറയുന്ന പാർട്ടിയിൽ ഞാൻ പെട്ടുപോയത് കൊണ്ടും അവിടെ ആരും എനിക്കൊരു വോയിസ് തരാത്തത് കൊണ്ടും എന്നെ ആരും ഒന്നും പറയാൻ സമ്മതിക്കാത്തത് കൊണ്ടും ഞാൻ അവിടെ പെട്ടുപോയതാണെന്നാണ് അദ്ദേഹം കുറ്റമായിട്ട് മറ്റുള്ളവരെ പറയുന്നത്. എന്ത് തന്നെയായാലും നമ്മുടെ ചേച്ചി ബാക്കി എന്താ പറയുന്നത് നോക്കാം. താല്പര്യമുണ്ടോ അത് മാത്രമേ നടന്നിട്ടുള്ളൂ. ഇവിടെ പറയുന്നുണ്ട് പ്രസിഡന്റ് ഒന്നും ആയിട്ടില്ല, സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനത്തേക്ക് വരുമെന്നുള്ള ഒരു വാർത്തകൾ പുറത്തു വരും. ഇല്ല, അങ്ങനെ ഒന്നും ഡിക്ലെയർ ആയിട്ടില്ല. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഡേറ്റ് എടുത്തിട്ട് അപ്പോയിന്റ്മെന്റ് ആയിട്ട് നേരെ മദ്രാസിൽ പോയി അദ്ദേഹത്തെ കാണണം, CM സാറിനെ കാണണം. കാരണം അദ്ദേഹം തീരുമാനിച്ച പ്രിയങ്ക വേണ്ടെന്ന് വേണ്ട, അങ്ങനെയാണ്. അല്ലാതെ നമുക്ക് താല്പര്യമുണ്ടെന്ന് അവർ ചോദിച്ചു, നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞു. ബാക്കിയെല്ലാം ഇരിക്കുന്നത് ഇനി കണ്ടതിന് ശേഷം അദ്ദേഹം തീരുമാനിക്കട്ടെ. ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് കരുതി ചെയ്യാനല്ല, നമ്മൾക്ക് ആഗ്രഹമുള്ള ആൾക്കാരെ എല്ലാവരും നമ്മൾ സഹകരിപ്പിച്ച് ആ ഒരു പാർട്ടിയെ ഇവിടെ കൊണ്ടുവരിക എന്നുള്ള ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പം ഭരിക്കുന്ന ആൾക്കാരും നല്ല പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കൂട്ടത്തിൽ ഒരു കൈത്താങ്ങ് പോലെ ആയിക്കഴിഞ്ഞാൽ വിജയ് ഫാൻസ് ഒരുപാട് കേരളത്തിലുണ്ട്. താങ്കളും നടൻ ദേവനും ഒക്കെ ഒന്നിച്ചായിരിക്കും CM-നെ കാണാൻ വേണ്ടി മദ്രാസിലേക്ക് പോകുക? മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. കാരണം ഓരോരുത്തരായിരിക്കില്ല, ചിലപ്പോൾ ദേവൻ ചേട്ടനായിരിക്കും ആദ്യം പോണേ, പറയാൻ പറ്റില്ല. എങ്ങനെയായാലും ചെല്ലിയ കണ്ടിട്ട് നമുക്ക് TVKയിൽ ഒരു സാധാരണ നമുക്ക് വലിയ സ്ഥാനങ്ങളൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട. എനിക്ക് വിജയ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബമടക്കം ഭയങ്കര ആരാധന. മിക്കവാറും കേരളത്തിൽ എല്ലാവരും ഒരുപാട് പേരുണ്ട്, അറിയാലോ. അപ്പോൾ അതിനകത്തൊരു അംഗമാവുക എന്നുള്ളത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ഇനി അവർ തീരുമാനിക്കട്ടെ. എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ, ജനങ്ങളുടെ കയ്യിൽ. താങ്കൾ വന്നു, അതുപോലെ ഇപ്പം നടൻ ദേവൻ വന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ നമ്മുടെ ഈ മേഖലയിൽ നിന്നുള്ള, സിനിമാ മേഖലയിൽ നിന്നും സീരിയൽ മേഖലയിൽ നിന്നുമൊക്കെയുള്ള കൂടുതൽ അഭിനേതാക്കൾ, കലാകാരികളൊക്കെ ഈ പാർട്ടിയിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ പാർട്ടിക്ക് കേരളത്തിൽ വലിയൊരു വളർച്ചയുടെ നാളുകളായിരിക്കുമോ ഇനി? അതായത് ഞാൻ വന്ന് അതിനോട് തന്നെ യമുന റാണി ഞാൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരുടെ വീട്ടിൽ പോയി സംസാരിച്ചു. യമുന ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയും നമ്മൾ ഈ പറഞ്ഞ പോലെ ഷോളിട്ട് നമ്മൾ സ്വീകരണം താല്പര്യമുണ്ടെങ്കിൽ അത് ഓക്കെ ആക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് ദേവൻ ചേട്ടൻ വരുന്നത്. ഇനി നമ്മുടെ ഫീൽഡിലുള്ള കുറച്ച് ആൾക്കാർ ഞങ്ങൾ ലിസ്റ്റിംഗ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്തായാലും ഞാൻ പറഞ്ഞ നമ്മളൊക്കെ എന്തെങ്കിലും അതിനകത്ത് എൻട്രി ആയതിനു ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ തന്നെ പറയുന്നത്. കാരണം ഒന്നും ആവാതെ നമ്മളെല്ലാവരും വരൂ എന്ന് പറയുന്നത് ഒരു ശരിയായ നിലപാടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം എന്തായാലും ദേവേട്ടൻ വന്ന സ്ഥിതിക്ക് ബാക്കി എന്തായാലും കലാകാരന്മാരും കലാകാരികളും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളുടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പ്രിയങ്ക ചേച്ചി, യമുന റാണി വരുന്നുണ്ട്, പിന്നെ അതാ ദേവേട്ടൻ. അപ്പൊ ഇതൊരു സിനിമാക്കാർക്കൊരു പാർട്ടി പറയുന്നില്ല, നമ്മളിപ്പം പറയുന്നില്ലേ, തൊഴിലാളികളുടെ പാർട്ടി ഇപ്പോൾ ഉണ്ടല്ലോ, നമുക്കറിയാം.
തൊഴിലാളികൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതാണ് അധികവും പറയുന്നത്. അതുപോലെ ക്യാപിറ്റലിസ്റ്റുകൾക്ക് മുതലാളിത്തത്തിൻ്റെ ഒരു പാർട്ടി എന്ന് പറയുന്നത് പോലെയാണ് ഏറെക്കുറെയാണ് ഒരു കോൺഗ്രസിനെ കാണുന്നത്. എന്ന് പറഞ്ഞ പോലെ ദേശഭക്തിയുള്ളവർക്ക്, ദേശത്തോട് അധികമായിട്ട് സ്നേഹമുള്ളവർക്ക്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മുടെ രാജ്യം ഫസ്റ്റ്, പാർട്ടിയും അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ സെക്കൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ദേശീയത ഊന്നിപ്പിടിച്ചിട്ടുള്ള പാർട്ടി വേറൊരു പാർട്ടിയുണ്ട്, BJP. അപ്പം അങ്ങനെയുള്ളപ്പോൾ നടന്മാർക്ക്, സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് അവരുടെ നന്മയ്ക്ക്, അവരിലൂടെ ജനങ്ങളുടെ നന്മയ്ക്ക് എന്നുള്ള ഒരു മോഡലിലാണോ കേരളത്തിൽ TVK മാറ്റുന്നത്? തമിഴ്നാട്ടൊന്നും അങ്ങനെയല്ല കേട്ടോ. വിജയ് അങ്ങനെയൊന്നല്ല ഇതിനെ അവതരിപ്പിച്ചിരുന്നത്. വിജയ് സാറ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ നന്മ. അതിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ഗോസ് ടു വുമൻ, ലേഡീസ്, എന്നിട്ടാണ് ജെന്റിൽമാൻ. അതുപോലെ തന്നെ കുട്ടികൾ, സ്ത്രീകൾ, ഇവരുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരു ഗവൺമെൻറ് ആയിരിക്കും വിജയുടെ ഗവൺമെൻറ് എന്നാണ് അവിടെ പറഞ്ഞത്. പക്ഷെ ഇവിടെ ഇപ്പം നോക്കുമ്പോൾ ഒരു പറ്റം സിനിമാക്കാരാണ് ഇതിൽ കയറിക്കൂടാൻ നോക്കുന്നത്. ഞാൻ വിചാരിക്കുന്നു, എൻ്റെ ഒരു ഊഹം കറക്റ്റ് ആണെങ്കിൽ ഇവരുടെയൊക്കെ ലക്ഷ്യം വേറെതാണ്. ഇവർ ഈ പൊളിറ്റിക്സോ അല്ലെങ്കിൽ പൊളിറ്റിക്കലി ജനങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ഒരു ഏർപ്പാടായിട്ടൊന്നും തോന്നുന്നില്ല. ഇവർ മാക്സിമം ടാർഗറ്റ് ചെയ്യുന്നത് ഇവരുടേതായ രീതികൾ, ഇവരുടേതായ ഒരു പുതിയൊരു പൊളിറ്റിക്സ് യുഗം കേരളത്തിൽ കൊണ്ടുവരാനാണ് നമ്മുടെ പ്രിയങ്ക ചേച്ചിയും അതുപോലെയുള്ള യമുന റാണിയും അതുപോലെ ദേവേട്ടനൊക്കെ കൂടി ശ്രമിക്കുന്നത്. എന്തിനാലും എവിടെ വരെ പോകും നോക്കാം. ദേവേട്ടൻ പക്ഷേ കുറച്ച് ഫ്രാങ്കാണ് ആൾ. അങ്ങനെ ഒരു ക്ലീഷ ആയിട്ടുള്ള പരിപാടിയായിട്ട് കാണുന്നില്ല എനിക്ക്. അറ്റ് ദ സെയിം ടൈം അതേ സമയത്ത് തന്നെ ദേവേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് ദേവേട്ടൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയതിന് BJP ഇത് പോയതിനെ പോലെയുള്ളൊരു പ്രതികരണം പോലും കൊടുത്തിട്ടില്ല. എന്ന് മാത്രമല്ല, BJPയുടെ ചേട്ടന്മാർ വന്നിട്ട് നമ്മൾ പുതിയ കേരളത്തിലേക്ക് വേണ്ടിയുള്ളൊരു ബ്ലൂ പ്രിൻ്റൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ദേവനൊന്നും ഞങ്ങൾ ലിസ്റ്റിലേ ഇല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അതും കൂടി കണ്ടാലാണ് ഈ കഥ പൂർത്തിയാകുന്നത്. പറയൂ ചേട്ടാ. ഞങ്ങൾ BJPയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യം വികസിത കേരളം എന്നുള്ളതാണ്. ഓക്കെ, ഞങ്ങൾ അധികാരം കിട്ടിയിട്ടില്ല കേരളത്തിൽ, വേണ്ട, കേന്ദ്രത്തിലുണ്ടല്ലോ, പ്രതിപക്ഷത്താണ് ഇപ്പോൾ ഉള്ളത്. അതെ, പക്ഷെ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് വികസിത കേരളം അത് യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ശരി. അതിനുവേണ്ടി ഞങ്ങൾ കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ, ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി പ്രധാനമന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. ഇതിനെ തുടർന്ന് ഞങ്ങൾ കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമം ആരംഭിച്ചു. ബ്ലൂ പ്രിന്റിന്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങൾ അന്ന് റെയിൽവേ മിനിസ്റ്ററെ ഞങ്ങൾ കണ്ടിരുന്നു. ഞങ്ങള് BJPയുടെ പ്രഖ്യാപിതമായ ലക്ഷ്യം വികസിത കേരളം എന്നുള്ളതാണ്. ഞങ്ങൾ അധികാരം കിട്ടിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നത് മനസ്സിലായല്ലോ. ദേവൻ അല്ലെങ്കിൽ ദേവേട്ടൻ, ദേവൻജി പോയതും വന്നതൊന്നും ഇവിടെ വിഷയമല്ല. ഞങ്ങളുടെ വളരെ നല്ലവനായ സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖർ ജി പ്രധാനമന്ത്രി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് കേരളത്തിൽ ഇനി എന്തൊക്കെ പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരാം. ഇവരല്ല ഭരിക്കുന്നത്, പക്ഷേ ഇവർ അവിടെ പോയിട്ട് റെക്കമെൻഡ് ചെയ്യും ഇന്ന പരിപാടികൾ കൊടുക്കണം കേരളത്തിന്. അല്ലാതെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയോ ആൾക്കാരൊന്നല്ല റെക്കമെൻഡേഷൻ കൊടുക്കാൻ പോകുന്നത്. BJP ആണ് കൊടുക്കാൻ പോകുന്നത്. കേരളത്തിൽ ഇന്ന പദ്ധതികൾ കൊണ്ടുവരണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അത് ഈ വേറെ ആൾക്കാർക്ക് ഇതിൽ വലിയ റോളൊന്നുമില്ല. അപ്പോൾ മിനിമം പിന്നെ ഒരാളെയും കൂടി ഇവർ അറിയിക്കായിരുന്നു. ഇതിലൊരു മന്ത്രി എന്നൊരാളും കൂടി അവരുണ്ട്. ഓക്കെ, കൊള്ളാം. അപ്പം നമ്മുടെ ദേവൻജി ഒരു വിഷയമല്ല നമുക്ക് എന്നുള്ള ഒരു മെസ്സേജ് പറയാതെ പറയുന്നുണ്ട് ഇതിലൂടെ. ദേവൻജി നമ്മൾ കണക്കിൽ കൂട്ടിയിട്ടില്ല അവനെ. അവൻ വന്നു, അവൻ പോയി. അവൻ്റെ കാര്യം അവൻ TVK പോട്ടെ, അല്ലെങ്കിൽ TV-യിലേക്ക് തന്നെ പോട്ടെ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ മറുപടി. ഓക്കെ, ദേവൻജിക്ക് എന്താ പറയാനുള്ളത് നോക്കാം. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയിയുടെ പാർട്ടിയായ TVK-യിൽ ചേരും. വിജയുമായി ഉടൻ കൂടിക്കാഴ്ച നടത്തുമെന്നും ഇതിനുശേഷം വൻ നീക്കങ്ങൾ ഉണ്ടാകും എന്നുമാണ് ദേവൻ പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസുമായി ദേവൻ സംസാരിച്ചിരുന്നു. TVK കേരള അധ്യക്ഷനായേക്കും ദേവൻ എന്നതാണ് വരുന്ന വിവരങ്ങൾ. ആദ്യ പ്രതികരണത്തിലേക്ക്. ഒരു മിനിറ്റ്, ചെറിയൊരു വിഷയമുണ്ട് ദേവേട്ടൻ അങ്ങനെ പ്രസിഡന്റ് ആയേക്കൊന്നും പറയല്ലേ. ഇപ്പം തന്നെ പ്രിയങ്ക ചേച്ചി പറഞ്ഞേ ഉള്ളൂ. പ്രസിഡന്റ് സ്ഥാനമൊന്നും ആർക്കും കൊടുത്തിട്ടില്ല. ചിലപ്പം വിജയ് പറയും അത് പ്രിയങ്ക ചേച്ചി ആകണം.
അപ്പോൾ പ്രിയങ്ക ചേച്ചി ആയിരിക്കും പ്രസിഡന്റ്. നിങ്ങളങ്ങനെ സ്ഥാനമൊന്നും ഒറ്റയടിക്ക് എടുത്തേക്കല്ല, വിഷയങ്ങളുണ്ടാവും. അതിന് മുമ്പ് തന്നെ അവർക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ശ്രമിച്ചപ്പോ BJP കൂടെയാണെന്നുള്ള ഗതിയോട് കൂടി അത് ഡ്രോപ്പ് ചെയ്തു. അവര് റെസിഗ്നേഷൻ എന്നുള്ള ന്യൂസ് കിട്ടിയപ്പോ അവർക്ക് തോന്നി ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ തോന്നിയിട്ട് എന്നെ വിളിച്ചു. എപ്പോഴാണ് തമിഴ്നാട് മുഖ്യമന്ത്രി കാണുന്നത് ഉടൻ ഉണ്ടാവും? ഏത് അവരിങ്ങോട്ടേക്ക് വിളിച്ചാണ്? അത് ഈ സെപ്റ്റംബർ 10th വരെ അസംബ്ലി ഉണ്ട്. അത് കഴിഞ്ഞ ഉടനെ 11, 12, 13 അദ്ദേഹത്തിന്റെ സൗകര്യം അനുസരിച്ചിട്ട് ഉണ്ടാവും. പറഞ്ഞു കേൾക്കുന്ന കേരളത്തിൽ TVK അധ്യക്ഷനാകും, ഒരുപാട് പേര് വരും, കേരളത്തിന് വലിയ നേട്ടങ്ങളൊക്കെയാണ് നോക്കുന്നത് എന്നൊക്കെയാണ്. അതാണ് ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. കാരണം കൊടുത്തിരിക്കുകയാണ്. കാരണം ഒരുപാട് വർഷങ്ങളത്തെ ഒരു പ്രവർത്തനം ഉണ്ടല്ലോ. എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ ദാസാന്ന്. അതുപോലെ സമയമായിരിക്കുന്നു. കാരണം ഇപ്പോഴും ആക്ച്വലി ഞാൻ റെസിഗ്നേഷന് ശേഷം ഉണ്ടായ ഒരു ഇമ്പാക്ട് കേരളത്തിലെ ഇപ്പൊ സെപ്റ്റംബർ 10 ഏഷ്യാനെറ്റല്ലേ വിജയ് കൂടി കഴിഞ്ഞ ശേഷം കേരളത്തിലേക്ക് എൻട്രിയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാം. ഒരു വമ്പൻ അല്ലേ? തീർച്ചയായിട്ടും. ഏഷ്യാനെറ്റിലെ ചേട്ടാ മെല്ലെ വളരെ സാവധാനം മോട്ടറാക്കും നിങ്ങൾ. ദേവൻ പാവം. എനിക്ക് സിനിമാക്കാരൊക്കെ നമ്മൾ പറയുന്ന കേട്ടില്ലേ, സിനിമയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ വളരെ നിഷ്കളങ്കരാണ്, അല്ലെങ്കിൽ അവൾ വളരെ വളരെ കളങ്കമില്ലാത്ത മനസ്സുള്ളവരാണെന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞ പോലെ. പ്രത്യേകിച്ച് സിനിമയിൽ വില്ലന്മാരൊക്കെ ആയിട്ട് അഭിനയിക്കുന്ന ആൾക്കാർ കുഞ്ഞുങ്ങളുടെ മനസ്സിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ടല്ലേ ഈ TVയിലുള്ള ആൾ വയ്ക്കുകയാണ് ഭയങ്കരമായ സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ പോവുകയാണല്ലോ ചേട്ടാ, അതുകൊണ്ട് ഇയാളെ അങ്ങ് അപ്ലിഫ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഫ്ലാറ്ററിങ് ചെയ്യാണ്. അപ്പം പാവം ദേവൻ പറയാണ്, അതെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ ദാസ, സമയമായിരിക്കുകയാണ്, ഞാനിത് റെഡി ആയിരിക്കുകയാണ്. എന്ത് തന്നെയായാലും നമ്മൾ ചിലപ്പം പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ. നമ്മൾ തമാശയാക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ വിലയില്ലാതെ വരുന്ന ആൾക്ക് അങ്ങനെ തന്നെയാണ്. വിജയ് സിനിമയിലേക്ക് വരുന്നു, വിജയ് പൊളിറ്റിക്സിലേക്ക് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അവിടെ സ്റ്റാലിൻ അതുപോലെ വലിയ വലിയ കക്ഷികളൊക്കെ കളിയാക്കിയിരുന്നു. ആ വിജയ് വന്നിട്ട് കോപ്പുണ്ടാക്കും, വിജയിനായിരിക്കും താല്പര്യമില്ല, വിജയൊക്കെ തോക്കും, ഇത് സിനിമയല്ല, മറ്റേ വില്ലന്മാരെ അടിച്ചിട്ടുകൊണ്ട് നായികയെ രക്ഷിക്കുന്നത് പോലെ എളുപ്പമല്ല, പൊളിറ്റിക്സിൽ വന്നുകൊണ്ട് എതിർകക്ഷികളൊക്കെ തോൽപ്പിച്ചുകൊണ്ട് അധികാരം പിടിക്കാൻ എന്ന് പറഞ്ഞിട്ട് വിജയെ കളിയാക്കിയിരുന്നു. എന്ന് പറഞ്ഞ പോലെ ഇവിടെയുള്ള മീഡിയാസും ചില ഞാനൂലുകളൊക്കെ നമ്മുടെ ദേവൻജിയെ കളിയാക്കുന്നുണ്ട് നല്ല രീതിയിൽ. ഇപ്പം അതിൻ്റെ എക്സാമ്പിളാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു, നമ്മുടെ ഏഷ്യാനെറ്റിലെ ചേട്ടൻ. ഈ പറഞ്ഞ വലിയ വലിയ പരിപാടികളൊക്കെ പ്രോഗ്രാമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുന്നു. ഞാനങ്ങനെ കേട്ടു. ഉള്ളതാണോ ദേവേട്ടാന്ന് വെച്ചിട്ട് അദ്ദേഹത്തെ കളിയാക്കിയത്. പക്ഷേ വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. ചിലപ്പോൾ വലിയൊരു ചേഞ്ചസ് തന്നെ. എനിക്കൊന്ന് പുതിയ ജെൻസി കാറ്റഗറി മുതൽ അങ്ങോട്ടുള്ള കുട്ടികളൊക്കെ പൊളിറ്റിക്കലി ആക്റ്റീവ് ആണെങ്കിൽ കൂടി അവരിപ്പോൾ ഒരു ചേഞ്ച് എന്ന രീതിയിലാണ് CPM മാറ്റിക്കൊണ്ട് ഇദ്ദേഹത്തെ കയറ്റിക്കൊണ്ട് വന്നത്. അതുപോലെ ഒരു മാറ്റം ചിലപ്പോൾ വന്നേക്കാം. See you in the next video, guys.